So next our topic is arbitrarily traceable graph. എന്തുവാണ് arbitrarily traceable graph. അപ്പോൾ ഇതും നമ്മൾ ഏതിൻ്റെ അണ്ടറിലാണ് പഠിക്കുന്നത്? യൂളർ ഗ്രാഫിൻ്റെ അണ്ടറിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇതുവരെയാണ് നമുക്ക് യൂളർ ഗ്രാഫിൻ്റെ മൊത്തത്തിലുള്ള ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, അത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുന്നേ ഞാനൊരു ഗ്രാഫ് കാണിച്ചു തരാം. V1, V2, V3, V4, V5. ഈ ഒരു ഗ്രാഫ് ഞാൻ പറയുന്നത് ആർബിട്രറിലി ട്രേസബിൾ ഗ്രാഫ് ഫ്രം വേർട്ടെക്സ് V എന്നാണ് പറയുന്നത്. എല്ലാ V3 ദിസ് ഗ്രാഫ് ഇസ് എൻ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദ വേർട്ടെക്സ് V3. എന്താ എൻ്റെ മീനിങ്? അതായത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രാഫിനകത്ത് യൂളർ ലൈൻ ഉണ്ടായിരിക്കണം. എന്തായിരിക്കും? യൂളർ ലൈൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഒരു യൂളർ ഗ്രാഫ് ആയിരിക്കണം. അപ്പോൾ എല്ലാ യൂളർ ഗ്രാഫും ആർബിട്രറി ട്രേസബിൾ അല്ല. ഇപ്പം ഞാൻ V1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെന്നിരിക്കട്ടെ. V1, V2, V3, V4, V5, V3, V1. ഓക്കെ, V1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V1 തന്നെ പോയി, എഡ്ജൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് എ യൂളർ ലൈൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ യൂളർ ഗ്രാഫാണ്. ബട്ട് ഞാൻ പറയുന്നു this particular graph is not a arbitrary traceable graph from the vertex V1. V1 നിന്നും എനിക്ക് arbitrary traceable അല്ല എന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വേർട്ടെക്സ് കണ്ടുപിടിക്കണം. ആ വേർട്ടെക്സിൽ നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ വേർട്ടെക്സിനില്ലേ, അതായത് നിങ്ങൾ ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു സർക്യൂട്ടുകൾ കണ്ടുപിടിക്കാൻ നോക്കുക ഇതിനകത്ത് ഫസ്റ്റ്. അപ്പോൾ ഇതൊരു സർക്യൂട്ടാണ് എൻ്റെ യൂളർ ഗ്രാഫിൻ്റെ. അപ്പോൾ അതായത് V1, V2, V3, അടുത്തത് V3, V4, V5. അപ്പം നമ്മുടെ ഈ ഒരു സർക്യൂട്ടുകളിൽ നിന്നും കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെ വേർട്ടീസസ് ഉണ്ടോ ആ വേർട്ടീസസ് ആയിരിക്കും നമുക്ക് ആർബിട്രറിലി ട്രേസബിൾ ഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ആ വേർട്ടെക്സിൽ നിന്നും തുടങ്ങി നമ്മൾ എല്ലാ എഡ്ജസിൽ കൂടി ഒരു തവണ ട്രാവൽ ചെയ്ത് തിരിച്ച് ആ എഡ്ജിൽ തന്നെ എത്തുവാണെങ്കിൽ അത് ആർബിട്രറി ട്രേസബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഗ്രാഫിൽ ആകെ V3 മാത്രമേ ഉള്ളൂ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദ വേർട്ടെക്സ് V3. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഗ്രാഫിനെ, അപ്പം ഈ ഗ്രാഫ് ആർബിട്രറി ട്രേസബിൾ ആണോ അല്ലയോ? ആണ്. if we are considering the starting and ending vertexes as V3, it is actually an arbitrary traceable graph. ഓക്കെ, നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് ആ തന്നിരിക്കുന്ന ഗ്രാഫിനെ നിങ്ങൾ ഒരു ഗ്രാഫിൻ്റെ സബ്സെറ്റ് ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൈക്കിള്, നമുക്ക് എന്തായാലും ഒരു യൂളർ ലൈൻ ഉണ്ടെങ്കിൽ യൂളർ ഗ്രാഫിനകത്ത് എന്തായാലും ഒരു സൈക്കിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സൈക്കിളിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന കോമൺ വേർട്ടീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വേർട്ടീസസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യാൻ നോക്കണം, യൂളർ ലൈൻ ഫോം ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ആ ഗ്രാഫ് ആർബിട്രറി ട്രേസബിൾ ഗ്രാഫാണെന്ന്. ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ, എനിക്ക് ആർബിട്രറി ട്രേസബിൾ ആണ് V3യിൽ നിന്നും. എങ്ങനെയാണ്? V3, V1, V2, V3, V4, V5, V3. അതായത് V3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി ഞാൻ മിനിമം 3 തവണ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. വാട്ട് ഈസ് ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, എ ഗ്രാഫ് ഈസ് സെറ്റ് to be arbitrarily traceable. A graph is said to be arbitrarily traceable graph. ഏതോ ഒരു വേർട്ടെക്സിൽ നിന്നാണ് അത് ആർബിട്രറി ട്രേസബിൾ ആകുന്നത്. ഫ്രം വേർട്ടെക്സ്, ഏതോ ഒരു വേർട്ടെക്സ് V. ഓക്കെ, ഇഫ് ആൻ യൂളർ ലൈൻ ഈസ് ഓൾവേസ് ഒബ്റ്റെയിൻഡ്. ഈ പറയുന്ന വേർട്ടെക്സിൽ നിന്നും, ഇപ്പോൾ V എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രാഫിൽ V3, ഈ V3യിൽ നിന്നും എല്ലായ്പ്പോഴും എനിക്കൊരു യൂളർ ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈസ് ഓൾവേസ് ഒബ്റ്റെയിൻഡ് when we start ഓക്കെ ഫ്രം V എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു യൂളർ ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന്. അപ്പോൾ V3 നിന്നാണ് ഞാനൊരു യൂളർ ലൈൻ ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഉറപ്പിച്ച് പറയാം, അത് യൂളർ ലൈൻ ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വേർട്ടെക്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബട്ട് ബാക്കിയുള്ള ഒരു വേർട്ടെക്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂളർ ലൈൻ ഫോം ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ആൻഡ് യൂളർ ലൈൻ മേ ചിലപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ആൻഡ് യൂളർ ലൈൻ മേ ഓർ മേ നോട്ട് ബി obtained if we start from other vertices. വേറെ ഏത് വേർട്ടീസസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചിലപ്പം ചെയ്യാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ ആർബിട്രറി ട്രേസബിൾ ആണ്, ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് അത് ആർബിട്രറി ട്രേസബിൾ ആണെന്ന് പറയണമെങ്കിൽ മസ്റ്റായിട്ട് അതിനകത്ത് ആ വേർട്ടെക്സ് വെച്ചിട്ട് നമുക്കൊരു യൂളർ ലൈൻ ഫോം ചെയ്യാൻ പറ്റിയിരിക്കും. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു ഗ്രാഫ്. ഓക്കെ, സി ബി സി ഡി ഇ എഫ്. ഇതിനകത്തു നിന്നും നിങ്ങൾക്ക് യൂളർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വേർട്ടെക്സിൽ നിന്ന് എടുത്തോളൂ, കുഴപ്പമില്ല, ഏതെങ്കിലും വേർട്ടെക്സിൽ നിന്നും. ഇപ്പം എഫിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എഫിൽ നിന്ന് ഇയിൽ വഴി, ഇയിൽ നിന്ന് ഡി വഴി, പിന്നെ എഫിൽ വഴി, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്. പറ്റത്തില്ല, അവിടെ വെച്ച് പറ്റില്ല, എനിക്ക് റിപ്പീറ്റ് ആവാൻ വെച്ചു. നമുക്ക് വേറെ നോക്കാം. 1 2 3 4. ബി നോക്കാം. ബിയിൽ നിന്നും സി വഴി, സിയിൽ നിന്നും ഡി, ഓക്കെ, ഇങ്ങനെ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബി സി ബി സി ഡി ഇ എഫ് ഡി ബി എ എഫ് ബി. ഓക്കെ, ഇങ്ങനെ ഞാൻ എല്ലാ എഡ്ജസും ഒരൊറ്റ തവണ ട്രാവൽ ചെയ്ത് ഞാനൊരു യൂളർ ലൈന് ഫോം ചെയ്തെടുത്തു. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ പറയുന്ന ഗ്രാഫിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കേ, കോമൺ ആയിട്ട് ഏതെങ്കിലും വേർട്ടിസസ് വരുന്നുണ്ടോ എന്ന് നോക്കൂ. അപ്പം എയും ഇതിനെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇ എഫ് ഡി എന്ന് പറഞ്ഞൊരു സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ താഴത്തത് എടുക്കുവാണെങ്കിൽ എഫ് എ ബി എന്ന് പറയുന്ന സർക്യൂട്ട് ഉണ്ട്. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് എഫ് ആണ് അല്ലേ, ഇത് എഫ് ആണ്. സോ ഇത് എഫ് കോമൺ ആണ്. ഇനി അടുത്തതിൽ നമുക്ക് നോക്കാം എഫ് കോമൺ ആയിട്ട് വരുന്നുണ്ടോയെന്ന്. എഫ് ഡി ബി. ഓക്കെ, ഇത് എഫ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് വെച്ച് കൺഫേം ചെയ്യാം. ഓക്കെ, കൺഫേം ചെയ്യാൻ വരട്ടെ, അടുത്ത നോക്കാം. അപ്പോൾ ഇത് നോക്കാം, ഈ ഒരു സൈക്കിളും കൂടിയിൽ ഉള്ളത്, ഈ സൈക്കിൾ നോക്കുമ്പോൾ ബി ഡി സി കോമൺ ആയിട്ട് വന്നോ? ഇല്ല. അപ്പം എഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു വേർട്ടെക്സസ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കോമൺ എഡ്ജ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമൺ വേർട്ടിസസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ദിസ് ഗ്രാഫ് ഈസ് എ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദ വേർട്ടെക്സ് വി എന്ന്. ഇവിടെ നമുക്ക് ഒരു ഗ്രാഫും ഒരു ലൈനും യൂളർ ലൈനും നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ദിസ് ഗ്രാഫ് ഈസ് ആക്ച്വലി എ യൂളർ ഗ്രാഫ് ബിക്കോസ് വി ക്യാൻ ഏബിൾ ടു ട്രാവൽ ഈച്ച് ആൻഡ് എവറി വേർട്ടെക്സ് അറ്റ്ലീസ്റ്റ് വൺസ് ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ടുവേഴ്സ് എ സെയിം വേർട്ടെക്സ്. ബട്ട് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് അല്ല. So this graph is not an arbitrary traceable graph, but it is a Euler graph. ഇപ്പം ഈ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് വെച്ചിട്ടൊരു തിയറമുണ്ട്. ഈ തിയറം ഞാൻ പിന്നീട് പഠിപ്പിക്കാം. ഈ തിയറം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. വായിച്ചു നോക്കി, ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി, പല ടീച്ചേഴ്സിൻ്റെ അടുത്തും ചോദിച്ചു നോക്കി, അവർക്കും ഇതറിയത്തില്ല. സോ എവിടെന്നെങ്കിലും എനിക്കിത് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ തിയറം എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെ ഈ തിയറം ചോദിച്ചിട്ടില്ല.
ആർബിട്രറി ട്രേസബിൾ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ നോക്കട്ടെ. ഈ തിയറം എന്തായാലും ചോദിച്ചിട്ടില്ല. വാട്ട് ഈസ് ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് എന്ന് ചോദിച്ചിട്ടോന്ന് എനിക്കറിയത്തില്ല, ബട്ട് തിയറം ചോദിച്ചിട്ടില്ല, ഉറപ്പാണ്. ഓക്കെ. സോ എനിവേസ് ഈ ഒരു എന്താണ് ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് എന്ന് നിങ്ങളറിയാം. തിയറം നമുക്ക് മാക്സിമം പഠിക്കാം, എന്തായാലും പഠിപ്പിക്കാം. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു പോർഷനോട് കൂടി നമ്മുടെ യൂലർ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ നമുക്ക് 5 തിയറംസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഇൻക്ലൂഡിങ് ദിസ് തിയറം. ബട്ട് നമ്മൾ 4 തിയറം അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റിലത്തെ ആർബിട്രറി ട്രേസബിൾ നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ബാക്കിയുള്ള 4 തിയറംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതും 4ഉം പക്ക പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യമേ ഞാൻ യൂലർ ഗ്രാഫ് പറഞ്ഞ സമയത്ത് 2 തിയറവും പിന്നെ യൂണിക്കേഴ്സലിൻ്റെ ഒരു തിയറം, പിന്നെ ലാസ്റ്റിൽ ഞാൻ വേറൊരു തിയറം, ഡീകമ്പോസ്ഡ് തിയറം, അതായത് യൂലർ ഗ്രാഫിന് ഡീകമ്പോസ്ഡ് ഇൻറ്റു സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു തിയറവും പഠിപ്പിച്ചു. ഇപ്പോൾ ആർബിട്രറി ട്രേസബിൾ. ഓക്കെ, താങ്ക് യു.